കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. എന്താണ് കൂപ്പുകൈ മഹാത്മ്യം? എങ്ങനെയാണ് തൊഴേണ്ടത്? പലരും അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ തൊഴും. ചിലര് ഭഗവാനെ അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ ഭഗവാനെ, ചിലരിങ്ങനെ പറഞ്ഞിട്ട് പോകും. ഓരോരുത്തരും ഓരോ വിധത്തിലാണ് ക്ഷേത്രത്തില് ദേവനെ തൊഴുന്നത്. ഒരു കൈ കൊണ്ട് വന്ദിക്കുന്നവരുണ്ട്, പട്ടാളക്കാരെ പോലെ സെല്യൂട്ട് ചെയ്യുന്നവരുണ്ട്, ഭഗവാനെ അനുഗ്രഹിക്കുന്ന ഭഗവാനെ, അനുഗ്രഹിക്കുന്ന ഭഗവാനെ ഇങ്ങനെ പറയുന്നവരുണ്ട്. വെറുതെ ഒഴുക്കൻ മട്ടില് ഭഗവാനെ അനുഗ്രഹിക്കണേ ഈശ്വരാ എന്നിങ്ങനെ പറയുന്നവരുണ്ട്. തൊഴുതു മടങ്ങുന്നവര് തലയ്ക്ക് മുകളിൽ ഭഗവാനെ ഇങ്ങനെ പറഞ്ഞ് കൂപ്പുകൈകൾ വെച്ച് ദേവവന്ദനം നടത്തുന്നവരുണ്ട്. ഇങ്ങനെ ഇതൊക്കെയാണെങ്കിലും ക്ഷേത്രത്തിലെ ആരാധന ഫലിക്കണമെങ്കിൽ മൗനം പ്രതിരൂപമായ ഭാവമുദ്രകളിൽ അതിപ്രധാനമായ കൂപ്പുകൈ തന്നെ വേണം എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള കൂപ്പുകൈ ഈ രീതിയിൽ മുകളം പോലെ പിടിച്ച് ഉള്ള മൗനപ്രധാനമായ ഭാവപ്രധാനമായ ഈ രീതി തന്നെ വേണമെന്നാണ് പറയുന്നത്. ഇതിലൂടെ നമുക്ക് ബ്രഹ്മാനന്ദ പ്രാപ്തി ലഭിക്കും. ബ്രഹ്മാനന്ദ പ്രാപ്തി ലഭിക്കാനാണ് നമ്മൾ മൗനപ്രാർത്ഥന നടത്തുന്നത് തന്നെ. ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ സനകനും സനന്ദനും സനാതനും സനൽകുമാരനും ഭഗവാൻ ശ്രീ പരമേശ്വരനോട് ഒരിക്കൽ ചെന്നിട്ട് എന്താണ് കൂപ്പുകൈ മഹാത്മ്യം എന്ന് ചോദിച്ചു. ഭഗവാനെ, ഞങ്ങൾക്ക് കൂപ്പുകൈ മഹാത്മ്യം, എന്തിനാണ് കൂപ്പുകൈ, എന്താണ് കൂപ്പുകൈ മഹാത്മ്യം എന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അത് ഉൾപ്പെടെയുള്ള ജ്ഞാനപദം ഭാവമുദ്രകൾ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ അത് ഉൾപ്പെടെയുള്ള കൂപ്പുകൈ ഉൾപ്പെടെയുള്ള ഭാവമുദ്രകളൊക്കെ പറഞ്ഞു. പ്രസ്തുത സന്ദർഭം മുതൽ കാണത്രേ ഇതൊക്കെ കാണിച്ചു കൊടുത്തു. ആ സന്ദർഭം മുതൽ കാണത്രേ ഭക്തജനങ്ങൾ കൂപ്പുകൈ ആരാധന നടത്താൻ തുടങ്ങിയത് എന്നാണ് പറയുന്നത്. ഭഗവാനാണ് അവർക്ക് കൂപ്പുകൈ മഹാത്മ്യത്തെക്കുറിച്ചും കൂപ്പുകൈയുടെ പ്രാധാന്യം എന്താണെന്നും എങ്ങനെയാണ് കൂപ്പുകൈ പ്രാർത്ഥിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തത്. രണ്ട് കൈകളുടെയും മണിബന്ധങ്ങള് ചേർത്ത് പരസ്പരം ഇടയില്ലാത്ത വിധം നന്നായി ചേർത്ത് വിളക്കിനോ വിഗ്രഹത്തിനോ നേർക്ക് വരുമാറ്, അമ്പലത്തിന്റെ മുമ്പിലാണെങ്കിൽ വിളക്കിനോ വിഗ്രഹത്തിനോ നേർക്ക് വരുമാറ് പിടിച്ചു വേണം കൈകൂപ്പി തൊഴാൻ. പെരുവിരലും ചൂണ്ടുവിരലും തമ്മിൽ തൊടരുത്. പെരുവിരലും ചൂണ്ടുവിരലും തമ്മിൽ തൊടരുത് എന്നാണ് പറയുന്നത്. പെരുവിരലും ചൂണ്ടുവിരലും തമ്മിൽ തുടരുത്. പെരുവിരലും ചൂണ്ടുവിരലും തമ്മിൽ തൊടാൻ പാടില്ല. അതേപോലെ ചൂണ്ടുവിരലും ശേഷിക്കുന്ന 3 വിരലുകളും തമ്മിൽ തുടരുത്. ഏതാണ്ട് ഒരേ ഒരു മുകുളത്തിന്റെ ആകൃതി, ഈ മുട്ടുണ്ടല്ലോ, പൂവിന്റെ മുട്ട, താമര മുട്ടൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഇങ്ങനെ വരുന്ന രീതിയിൽ ഒരേ മുകുളത്തിന്റെ ആകൃതിയായിരിക്കും കൂപ്പിയ കൈക്ക്. അങ്ങനെയാണ് കൂപ്പുകൈ മഹാത്മ്യം ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. കൈകളെ തൊഴുമ്പോൾ ബലസിദ്ധി വേണമെങ്കിൽ മൗനമായി പ്രാർത്ഥിക്കുകയും വേണം. കൈകൾ തൊഴുമ്പോൾ നമ്മൾ ഉറക്കെ പറയുന്നതിന് പകരം, ഉറക്കെ വിളിക്കുന്നതിന് പകരം മൗനമായിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മുകുളമായിട്ടുള്ള രീതിയിൽ വേണം. ഇതുപോലെയാണ് കൂപ്പുകൈ മഹാത്മ്യം. ഈ കൂപ്പുകൈ മഹാത്മ്യം ഭഗവാൻ ഈ തരത്തിലാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് അങ്കുലങ്ങളെ നമ്മൾ നോക്കേണ്ടതും ചെയ്യുക. ഈ അങ്കുലങ്ങളുടെ സ്പർശനം പോലും കൂപ്പുകൈ മഹാത്മ്യത്തിൽ എടുത്ത് പറയുന്നുണ്ട് ഭഗവാൻ. അതേപോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥനയുടെ ഫലസിദ്ധി ഇരട്ടിക്കും. അത് മൗനമായിട്ടായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും. ഈ കൂപ്പുകൈ ഇതേ തരത്തിൽ തന്നെ മൗനമായിട്ടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടതും. അതേ രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടതും.